ചാലക്കുടി മേഖലയിലെ ഈ വർഷത്തെ ശ്രീനാരായണ ഗുരു ജയന്തി അയ്യങ്കാളി ജയന്തി കൂടി വ്യത്യസ്തമായ പല സമുദായ സംഘടനകൾ വ്യത്യസ്തമായാണ് നടത്താറുണ്ട്. ഇത്തവണ സമുദായ സംഘടനകളും മറ്റ് SC/ST വിഭാഗങ്ങളും ഒരുമിച്ച് ഒരു ദിനാചരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ നമ്മളുടെ അയ്യങ്കാളി ദിനം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി, ഇത് ഇത്തവണത്തെ ഇതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയാത്മകമായിട്ടുള്ള വില്ലുവണ്ടി പ്രതീകാത്മകമായി തന്നെ നമ്മുടെ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര തുടർന്ന് സൗത്ത് ജംഗ്ഷനിലുള്ള അയ്യങ്കാളി മുമ്പിൽ നമ്മൾ സമാപിക്കണം. അന്ന് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതീക്ഷിക്കും നമ്മുടെ നടത്തുന്നത്. ഈ കാര്യങ്ങൾ നമ്മളെ ജനങ്ങൾക്ക് ഒരു മാർഗദർശി എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നത് അയ്യങ്കാളി ദിനമാണ്. ഈ 28-ാം തീയതി നമ്മൾ നടത്തുന്നത്. അതെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ നിങ്ങളുടെ ഇടപെടൽ സഹകരണം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. 28-ന് നമ്മുടെ ഓഗസ്റ്റ് 28-ന് ഇപ്രാവശ്യം അയ്യങ്കാളി ദിനാചരണവും മഹാഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ദിനവും ഒരുമിച്ച് വരികയാണ്. ഒരുപക്ഷെ ഇതിന് ഉണ്ടാവാൻ പോകുന്നത് 2045-ലാണ് ഈ ഒരു അപൂർവ സംഗമം ഉണ്ടാവാൻ പോകുന്നത്. ഇതൊരു ചരിത്ര സന്ദർഭം എന്ന നിലയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ജാതീയതയുടെയും വിവേചനത്തിൻ്റെയും സാമൂഹ്യ അസമത്വത്തിൻ്റെയും ഒരു വേലിയേറ്റം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഈ തരം ആശയങ്ങൾക്കെതിരെ ശക്തമായി പടപൊരുതിയ മഹാരഥന്മാരും ചരിത്ര നായകന്മാരുമാണ് മഹാഗുരു ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും. ഇത്തരം സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ അവർ അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ദിനാചരണങ്ങൾ വളരെ സമുചിതമായി എടുക്കുക എന്നതാണ് ഞങ്ങൾ സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഇത് ഒരു SC/ST പരിപാടി അല്ല, ഇതൊരു നവോത്ഥാനത്തിൻ്റെ കൂട്ടായ്മയാണ്. നവോത്ഥാന ശക്തികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ജനാധിപത്യ ശക്തികളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. രാജ്യത്ത് ഒരു മതേതര ജനാധിപത്യ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി സംയുക്തമായ ഒരു ബോധവൽക്കരണ പരിപാടിയായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഈ പരിപാടിയിൽ നിങ്ങളുടെ പൂർണ്ണ സഹകരണം അതുപോലെ തന്നെ നിങ്ങളെ ഉണ്ടാവണം എന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് 28-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വില്ലുവണ്ടി യാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രവർത്തകരും എല്ലാവരും കൂടി വില്ലുവണ്ടി യാത്ര അനുഗമിക്കും. സൗത്തിൽ അയ്യങ്കാളി സ്ക്വയറിൽ വെച്ച് അവിടെയാണ് സംഗമം. അവിടെ വെച്ച് നിലക്കണ്ണാടിയുടെ ഒരു പ്രതീകാത്മകമായ പ്രതിഷ്ഠയും വർഗീയതയ്ക്കും എതിരെ സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ നീതിക്കും പ്രസക്തി ഉയർത്തിക്കൊണ്ടുള്ള ഒരു സന്ദേശം അവിടെ അവതരിപ്പിക്കും. അതിനുശേഷം MC തൈക്കാട്ട് എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രഭാഷകൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് എല്ലാ സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. AMCCയുടെ സംസ്ഥാന പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഇരുപ്പശ്ശേരി, അതുപോലെ തന്നെ SMS-ന്റെ ജില്ലാ സെക്രട്ടറി ദിലീപ്, KHSS-ന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ കന്യാടത്ത്, KSS-ന്റെ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രേമചേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ KSS-ന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. പഠന മഹാസഭയുടെ നേതാക്കൾ പങ്കെടുക്കും. ഇവിടെ ഇപ്പോൾ പുഷ്പാങ്കേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും പ്രഗത്ഭരായ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വലിയ ദിന
ജയന്തി ആഘോഷ പരിപാടിയാണ്. അതുകൊണ്ട് പൂർണ്ണ സഹകരണവും കേരളീയ പൊതു മണ്ഡലത്തിൽ നവോത്ഥാനവും അതിൻ്റെ ആശയവും വളർത്തുന്നതിൽ പ്രസ് മീഡിയ അതുപോലെ അന്ന് പ്രസ് മീഡിയയാണ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിലേക്കും പൗരത്വ ബോധ നിർമ്മിതിക്കും വേണ്ടി പത്രമാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം ആശയങ്ങൾക്കെതിരെയുള്ള പരിക്കുകളാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കൽ കൂടിയാണ് ഈ പ്രതീകാത്മക ദിനാചരണത്തിന്റെ ഭാഗം. അതിന് പ്രസ് ഫോറത്തിന്റെയും മീഡിയ രംഗത്തുള്ള എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.